ലോ ഓഫ് അട്രാക്ഷൻ നടക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ അവർക്കത് വിശ്വാസമില്ല. ഇതൊക്കെ വെറും പൊളിയാണ്, നുണയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ തന്നെ വിചാരിക്കണം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം, ഹാർഡ് വർക്ക് വേണം. പക്ഷേ ഇതൊന്നും ചെയ്യാൻ തയ്യാറാവാത്ത ആളുകൾക്ക് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ എളുപ്പത്തിൽ നടക്കാനുള്ള 5 സൂപ്പർ ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പേപ്പറും പേനയും അല്ലെങ്കിൽ പുസ്തകവും പേനയും റെഡിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓരോ പോയിന്റും നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസയർ ഗോൾ എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യം എന്താ? ഒരു കാറാണോ അട്രാക്റ്റ് ചെയ്യാനുള്ളത്? ആ കാറ്, അതിൻ്റെ പേര്, അതിൻ്റെ കളറ്, എത്രമാത്രം വില വരും, ആ വില പോലും നിങ്ങൾ കറക്റ്റ് ഡിസയർ ചെയ്ത് വയ്ക്കുക. അതെങ്ങനെ അതിൻ്റെ പൈസ അടക്കും, അല്ലെങ്കിൽ പൈസ അടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ EMI വഴിയാണോ നിങ്ങൾ ആ കാർ എടുക്കാൻ, ലോണായിട്ടാണോ കാർ എടുക്കാൻ പോകുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഗോളിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ചക്ക കുഴയുന്നത് പോലെ എന്ന് പറയില്ലേ നാട്ടുവർത്താനത്തിൽ. അതായത് അവർക്കൊന്നിനെയും പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. എനിക്ക് കാറാണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, വീടാണോ, ജോബാണോ, ഇവർക്കൊന്നിനൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ പാടില്ല. സെറ്റ് യുവർ ഗോൾ, അതായത് ഡിസയർ, നിങ്ങളുടെ തീരുമാനം എന്താണ്, ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ആദ്യം കണക്കാക്കേണ്ടത്. വീടാണെങ്കിൽ ആ വീട് എത്ര ലക്ഷം രൂപയുടെ ആണ്, അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയായിരിക്കണം, എല്ലാം നമ്മൾ ഡിസയർ ചെയ്ത് വെക്കണം, ഗോള് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനാവശ്യം ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്, വ്യക്തത വേണം. എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. ഒരു വസ്തു നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്, അതൊരു കാറാണെങ്കിൽ കാറ്, വീടാണെങ്കിൽ വീട്, ജോബാണെങ്കിൽ ജോബ്, അങ്ങനെ ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫീൽ ചെയ്യണം എന്നുള്ളത്. ഫീൽ ചെയ്യുക, അതായത് നമ്മൾ എന്ത് കാര്യമാണോ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അത് നമ്മൾ ഫീൽ ചെയ്യണം. കാറാണെങ്കിൽ കാറ് വാങ്ങിച്ചതായിട്ട്, കാറിൽ സഞ്ചരിക്കുന്നതായിട്ട്, കാറിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് അതിൻ്റെ സ്റ്റീറിങ്ങിൽ നമ്മൾ കൈവയ്ക്കുന്നതായിട്ട്, അല്ലേ, കാർ ഓടിച്ചു പോകുന്നതായിട്ട്. അതിന് വേറെ ആളാണ് കാർ ഓടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കൈ പുറത്തേക്കിട്ട് എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കുന്നതായിട്ടും സങ്കല്പിക്കുക. കാർ തിരിച്ചു കൊണ്ട് നമ്മുടെ കാർ പോർച്ചറിൽ ഇടുന്നതായിട്ടും ഒക്കെ അങ്ങോട്ട് സങ്കല്പിക്കുക. വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷനിൽ, അട്രാക്ഷനിൽ വിഷ്വലൈസേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. വിഷ്വലൈസ് ചെയ്യുക, അതായത് ഇവിടെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കണം, നിങ്ങൾ ഈ പ്രകൃതിയോട് ചോദിക്കണം, എനിക്കിന്നത് വേണം, ഈ സാധനം എനിക്ക് കിട്ടാനായിട്ട് ഞാൻ അർഹയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഡിസയർ ചെയ്തു, ഗോൾ സെറ്റ് ചെയ്തു, എല്ലാം തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, നെഗറ്റീവ് തോട്ട്സ് വരരുത്. അതായത് ഈ കാറ് വാങ്ങിച്ചാൽ ഞാൻ എങ്ങനെ പൈസ അടക്കും, എനിക്ക് ശമ്പളത്തിൽ ഇത്രയും പൈസയല്ലേ ഉള്ളൂ, എങ്ങനെ ഞാൻ അടക്കും, ഈ ലോൺ മുടങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടില്ലായിരിക്കുമോ, അവസാനം കടം വന്ന് കുന്നുകൂടുമോ, വീടൊക്കെ പകുതി വെച്ച് വിൽക്കേണ്ടി വരുമോ, കാർ അല്ലെങ്കിൽ വേറെ വല്ലവർക്കും കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള ചീത്ത നെഗറ്റീവ് തോട്ട്സ് അത് കളയണം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സിന് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ആദ്യത്തെ പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഡിസയറേഷൻ വേണം, ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റാണ് എന്താണ്, ബിലീവ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. എനിക്കിത് കിട്ടിക്കഴിഞ്ഞതുപോലെ നിങ്ങൾ ആക്ട് ചെയ്യുക, മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബിലീവ്, വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എന്നെ തന്നെ പറയുകയാണ്, ഏത് വർഷം എന്ന് ക്ലിയറായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാനൊരു സൂര്യ TV ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോയി. അത് നാട്ടുഭക്ഷം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അന്നൊക്കെ വളരെ പ്രശസ്തമായിരുന്നു അത്. അപ്പം ഞാനും അതിന് വേണ്ടിയിട്ട് പോയി. ഞാൻ പോയതല്ല, വേറൊരു വഴിക്ക് ചെന്നപ്പോൾ ഈ ആൾക്കൂട്ടം കണ്ട് ഞാനും കയറിയതാണ്. എൻ്റെ ഫ്രണ്ട് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവളും പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് സെലക്റ്റഡ് ആയിരിക്കുന്നത് ഒത്തിരി വലിയ വലിയ ആളുകളാണ്, നല്ല കഴിവുള്ളവർ, കലാകാരന്മാരുണ്ട്, പല ഫീൽഡിലുള്ളവരുണ്ട്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാനത് പേര് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം
ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സെക്ഷനായി. അവിടെ ചെന്നപ്പോൾ കൂടുതലും കുട്ടികളുടെ ഡ്രഗ്സ് അഡിക്ഷനെ പറ്റിയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. അതിനുശേഷം മെയിൻ സ്റ്റേജിലേക്ക് കടത്തിവിട്ടു. വലിയൊരു സ്റ്റേജായിരുന്നു. അവിടെ ഒരുപാട് കഴിവുള്ളവരുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാനും അവരുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ നല്ലവണ്ണം ആൻസർ ചെയ്തു. എനിക്ക് സമ്മാനം കിട്ടുകയും ചെയ്തു. ആ സ്റ്റേജിൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചു, ഈ പ്രൈസ് എനിക്കാണ്, ഈ സമ്മാനം എനിക്കാണ്, ഇത് മറ്റുള്ളവർക്കല്ല, എനിക്കാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്കത് കിട്ടി. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ട്രോഫി. കണ്ടോ, സൂര്യോത്സവം എന്ന് എഴുതിയാൽ കണ്ടോ, നാട്ടുപക്ഷം എന്നൊക്കെ പറഞ്ഞത് ഇതാണത്. കണ്ടോ, ഇപ്പോഴും ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് ആ പ്രോഗ്രാം കാട്ടാറുണ്ട് കേട്ടോ. നെറ്റിലേക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും, എന്നെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ നമുക്കത് എന്താണ് ചെയ്യേണ്ടത്? ബിലീവ് ചെയ്യണം, വിശ്വസിക്കണം. ഇത് എനിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കണം. അടുത്തത് എന്താണ്? ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. എങ്ങനെയാണ് ആക്ഷൻ എടുക്കുന്നത്? നിങ്ങൾക്കൊരു നല്ലൊരു ജോലി വേണം. ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു. നിങ്ങൾ എന്താണ് ചെയ്യണത്? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ അയക്കണം. ആ കമ്പനിയെ പറ്റി ആദ്യം അന്വേഷിക്കണം, ജെനുവിനാണോ എന്ന്. ശേഷം ആപ്ലിക്കേഷൻ അയക്കണം. അതിനുശേഷം ഇൻ്റർവ്യൂ വരുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കണം. എല്ലാ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് വായിച്ച് പഠിക്കണം. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ നല്ലവണ്ണം അറ്റൻഡ് ചെയ്യണം അല്ലേ. അതിനുശേഷം ഇത് എനിക്ക് തന്നെയാണ് ഈ ജോബിലേക്ക് അതിൽ ഇൻ്റർവ്യൂവിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കണം, ഇറ്റ് ഈസ് മീ, ഇത് എനിക്കുള്ളതാണ് അല്ലേ, ഈ ജോബ് എനിക്കുള്ളതാണ് എന്ന് തീർച്ചപ്പെടുത്തുക. അതാണ് ആക്ഷൻ എന്നുള്ളത്. ഒരു വീട് പണിയണമെങ്കിൽ സ്ഥലം വാങ്ങിക്കണം, കൺസ്ട്രക്ഷനെ ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ വരക്കണം, അതിന് എൻജിനീയേഴ്സിനെ സമീപിക്കണം, അതിനുള്ള പൈസ കണ്ടെത്തണം. ഇതൊക്കെ ആക്ഷൻസാണ്. ഈ ആക്ഷൻസ് തീരാറാകുമ്പോൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻ എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് എന്താണ്? സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ്. എന്താണ്? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ്. ഇത് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അതിന് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, ഈ പ്രകൃതിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ആ സമ്മാനമായാലും അതെന്തായാലും ആ ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ തന്നെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടാകും. അതിനുള്ള സിമ്പിളായിട്ടുള്ള 5 പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു.